ബീഹാർ നോയിഡ തൊഴിൽ സമരത്തിൽ പ്രതിഷേധക്കാരെ സന്ദർശിക്കാനെത്തിയ എം.എ. ബേബിയുടെ നേതൃത്വത്തിലുള്ള CPM സംഘത്തെ തടഞ്ഞു പോലീസ്. ഉത്തർപ്രദേശ് ബോർഡറിൽ വെച്ചാണ് തടഞ്ഞത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച സംഘത്തിന് ജില്ലാ മജിസ്ട്രേറ്റിനെ കാണാൻ അനുമതി. മജിസ്ട്രേറ്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാമെന്ന് പറഞ്ഞ ഗൗതം ബുദ്ധം നഗർ പോലീസ് ക്യാമ്പിലാണ് എത്തിച്ചതെന്നും പോലീസ് നീക്കത്തിൽ ദുരൂഹതയുണ്ട് എന്നും CPM നേതാക്കൾ ആരോപിക്കുന്നു. ഇവിടെ CITUവിന്റെ നേതാവ് രാം സ്മാരത്ത് ഉൾപ്പെടെ 400ഓളം പേരെ അറസ്റ്റ് ചെയ്തു. മൊത്തം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തവരെ കുറിച്ച് വിവരമില്ല. CITUവിന്റെ ഒരു നേതാവ് ഗംഗാസുരു, അദ്ദേഹത്തെ ഹൗസ് അറസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫോൺ എടുത്തുകൊണ്ട് പോയിരിക്കുക. ഇവിടെ വനിതകളായിട്ടുള്ള തൊഴിലാളികൾക്ക് നേരെ പോലീസ് ക്രൂരമായ മർദ്ദനം അയച്ചു. പുരുഷ പോലീസ് വനിതാ തൊഴിലാളികളുടെ നേരെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണം. തൊഴിലാളികൾക്ക് ന്യായമായ കൂലി ഉറപ്പാക്കുന്ന തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. YS അഭിനന്ദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിനന്ദ്, 40,000-40,000 തൊഴിലാളികൾ തെരുവിൽ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ സമരമാണ്. CPMന്റെ തന്നെ നേതാക്കളെ ഹൗസ് അറസ്റ്റിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. അവിടേക്ക് രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും ഐക്യദാർഢ്യവുമായി എത്തുക എന്നത് സ്വാഭാവികമാണ്. അവിടെ പക്ഷേ ഉത്തർപ്രദേശ് അതിർത്തിയിൽ തന്നെ അവരെ തടഞ്ഞു വെക്കുന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങും എന്നുള്ളതാണ് അവരെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സംഘത്തിൽ ആരൊക്കെ? വേതന വർധനം ആവശ്യപ്പെട്ട് നോയിഡയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, പിന്നാലെ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. വാഹനങ്ങൾക്കൊക്കെ തീയിട്ട് നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്ന് വ്യക്തമാക്കിയതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നൊക്കെയായിരുന്നു. അതിനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തൊഴിലാളികളെ കാണാൻ വേണ്ടിയിട്ട് CPM ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് നോയിഡയിലേക്ക് പുറപ്പെട്ടത്. CITU തൊഴിലാളികളെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും തൊഴിലാളികളുമായിട്ട് കൃത്യമായി സംസാരിച്ച് എന്താണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു CPM ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയത്. രാജ്യസഭാ എംപിമാരായ ഡോക്ടർ വി ശിവദാസനും A റഹീം അടക്കമുള്ളവർ ഈ സംഘത്തിനകത്തുണ്ടായിരുന്നു. മറ്റ് PB അംഗങ്ങളും സംഘത്തിനുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് ദില്ലി ബോർഡറിൽ വെച്ചിട്ടാണ് ഇവരെ തടഞ്ഞത്. രാഷ്ട്രീയ നേതാക്കളെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് തടഞ്ഞതെന്നായിരുന്നു അപ്പോൾ പോലീസ് വ്യക്തമാക്കിയത്. പിന്നാലെ പോലീസും CPM നേതാക്കളും തമ്മിൽ വാക്കുതർക്കം, ഒടുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുത്തിയിരുന്ന പ്രതിഷേധം അത് കനത്തതോടുകൂടിയാണ് പോലീസ് CPM നേതാക്കളുമായി സംസാരിക്കുന്നു. അങ്ങനെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ കണ്ട് അനുമതി വാങ്ങിക്കഴിഞ്ഞാൽ തൊഴിലാളികളുമായി സംസാരിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒടുവിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ കാണാമെന്ന വാഗ്ദാനം നൽകി ഇവരെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വിവരങ്ങൾ നൽകിയത്. തൊഴിൽ വേതന വർധനവിന് വേണ്ടിയിട്ടാണ് അവിടെ ഫാക്ടറി തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നുപോയത്. പാക് പിന്തുണയുള്ള ഗൂഢാലോചന എന്നുള്ളതായിരുന്നു ഭരണകൂടം അതിനെതിരെ ഉന്നയിച്ച ആരോപണം.